എൻ ശ്രീകുമാർ ധാർഷ്ട്യത്തോടുള്ള മറുപടിയാണല്ലോ ഇന്ന് മുഖ്യമന്ത്രിയിൽ നിന്ന് കിട്ടിയത്. പക്ഷേ ഇങ്ങനെയായിരുന്നില്ലല്ലോ ഭരണത്തിൽ വന്ന ആ സമയത്ത്. ഞങ്ങളുടെ കുട്ടികളെ തല്ലിയവരെ വെറുതെ വിടില്ല എന്നുള്ളതായിരുന്നുവല്ലോ. പക്ഷേ അന്വേഷണം എവിടെ പോയി? ജൂൺ 23 റിപ്പോർട്ട് DGPക്ക് കിട്ടിയതാണ്. അട്ടത്ത് വെച്ചിരിക്കുകയായിരുന്നു ആ റിപ്പോർട്ട്. ആഭ്യന്തരമന്ത്രി റിപ്പോർട്ട് കണ്ടിട്ടില്ല കേട്ടോ. നോക്കൂ മഞ്ജുഷേ, മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് പത്ര ചാനൽ മാധ്യമങ്ങളിലൂടെ ADGP അജിത് കുമാറിനെതിരായിട്ടുള്ള നീക്കങ്ങളെ കുറിച്ച് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഊഹാപോഹങ്ങൾക്കുള്ള മറുപടിയാണ്. അത് ഇതുമായിട്ട് രണ്ടായിട്ട് നമ്മൾ കണക്ക് കൂട്ടണം. അതാണ് അതിനുള്ള ധാർഷ്ട്യം എന്ന് നിങ്ങൾ പറഞ്ഞതിനുള്ള മറുപടി. രണ്ടാമത്തെ കാര്യം, ഇത് രണ്ട് കാഴ്ചപ്പാടുണ്ട്. ഒന്ന്, സംഘടനാ പ്രവർത്തകർ, കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസിന്റെ നേതാക്കളും കാണുന്ന ഒരു കാഴ്ചപ്പാടും ഗവൺമെന്റ് കാണുന്ന ഒരു കാഴ്ചപ്പാടുമുണ്ട് ഈ ADGPക്കെതിരെയുള്ള നടപടിയുടെ കാര്യത്തിൽ. കോൺഗ്രസിന്റെ കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിനെ മാറ്റി നിർത്തണം എന്നുള്ളതാണ്. അതായത് കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്തെ പോലീസിന്റെ, അതായത് ആ ഗവൺമെന്റിനെ ജനങ്ങൾ വെറുത്ത ഒരു ഗവൺമെന്റാണ് 10 വർഷം ഭരിച്ചത്. അതുകൊണ്ട് ജനങ്ങൾ ഇറക്കി വിട്ടു. ആ ജനങ്ങളുടെ പോലീസിന്റെ നയത്തിന്റെ ഒരു പ്രതിരൂപമായിട്ട് തന്നെയാണ് അജിത് കുമാറിനെ അന്ന് കണ്ടിരുന്നത്. അപ്പൊ അദ്ദേഹം വ്യക്തിപരമായി ഉള്ള വിഷയമല്ലത്. അദ്ദേഹം ധരിച്ച യൂണിഫോം, ആ യൂണിഫോം അക്കാലത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഗൺമാന്മാർ ആക്രമിച്ചപ്പോൾ, തല്ലിയപ്പോൾ അത് രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ് ന്യായീകരിച്ച സംഭവത്തില് ആ ഗൺമാന്മാരുടെ രക്ഷയ്ക്ക് ADGP ശ്രമിച്ചു എന്നാണ് ഒരു ആരോപണം. ആ ആരോപണത്തെ കുറിച്ച് ആരോപണമല്ല, ഗ്രേഡ് SIമാർ നൽകിയിരിക്കുന്ന മൊഴിയാണ് കേട്ടോ. അത് മൊഴിയാണ്. അതെ, മൊഴി. അത് തന്നെ. നമ്മൾ രാഷ്ട്രീയ ആരോപണം എല്ലാവരും രാഷ്ട്രീയമായ ആരോപണമല്ല, അത് ഡിപ്പാർട്ട്മെന്റൽ തല ഇത് തന്നെയാണ്, മൊഴി തന്നെയാണ് വന്നിട്ടുള്ളത്. പോലീസിന്റെ തന്നെ മൊഴിയാണ്. കേസ് ഡയറിയിൽ തിരുത്തൽ വരുത്താൻ ആവശ്യപ്പെട്ടുവെന്ന്. അതുകൊണ്ടാണല്ലോ ഈ കേസ് എഴുതി തള്ളണം എന്നുള്ള കാര്യം കോടതി മുൻപാകെ വന്നതും അങ്ങനെ കോടതി റെഫർ ചെയ്തതും. അല്ല, ഞാൻ പറഞ്ഞ മൊത്തത്തിലുള്ള കാര്യം ADGP MR അജിത് കുമാറിന്റെ സമീപനത്തെ കുറിച്ച് ഞാൻ വ്യക്തമായിട്ട്, സമയക്കുറവ് മൂലം ഞാൻ അങ്ങനെ എടുത്തെടുത്ത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അപ്പൊ കോടതിയുടെ ഒരു ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യത്തിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ പരാതിയിൽ തുടരന്വേഷണം നടത്തുകയും അത് സംബന്ധിച്ച് ഒരു റിപ്പോർട്ട് DGPക്ക് കൊടുത്തതെന്നും പറയുന്നത്. അപ്പൊ DGP ആ റിപ്പോർട്ടിൽ വ്യക്തത തേടി എന്ന് പറഞ്ഞ് ഇരിക്കുകയാണ് എന്നാണ് നമുക്ക് കിട്ടിയ വിവരം. പക്ഷെ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അത് ആഭ്യന്തര സെക്രട്ടറിക്ക് കൊടുക്കണം. അതിനുശേഷമുള്ള ഭരണപരമായ നടപടിക്രമങ്ങൾ അതിൽ വിവരിച്ചു. അത് അദ്ദേഹം കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷെ അതിനിടയ്ക്ക് മറ്റൊരു കാര്യമുണ്ട്. ഈ പറയുന്ന MR അജിത് കുമാറിന് പ്രൊമോഷൻ കിട്ടാൻ പോവുകയാണ്. ഈ മാസം 30-ാം തീയതിയോടുകൂടി അതും ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ DGP ആയിട്ട് പ്രൊമോട്ട് ചെയ്യപ്പെടും. അല്ല, ഞാൻ പൂർത്തിയാക്കട്ടെ മഞ്ജുഷ, അപ്പോഴേക്കും വരുന്നത്. അതായത് ഇതിന് രണ്ട് കാഴ്ചപ്പാട് ഞാൻ പറഞ്ഞില്ല. ഗവൺമെന്റിന്റെ കാഴ്ചപ്പാടും സംഘടനാപരമായ കാഴ്ചപ്പാടും ഉണ്ട്. ഈ സംഘടനാപരമായ കാഴ്ചപ്പാട് MR അജിത് കുമാറിനെതിരെ നടപടി വേണമെന്നാണ്. അതിൽ ആരും എതിരല്ല. പക്ഷെ അതിന് ഇപ്പൊ KPCCക്ക് ഒരു നിർദ്ദേശം കൊടുക്കാൻ പറ്റാവുന്ന സംവിധാനം ഇന്നില്ല. അതുകൊണ്ട് ഈ കാര്യത്തില് UDFിലെ തന്നെ നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് ഒരു തീരുമാനത്തിലെത്തണം. ആ തീരുമാനം കോൺഗ്രസ് എത്തിയിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ MR അജിത് കുമാറിനെതിരെ നടപടി ഉണ്ടാകുമെന്നാണ്. അതിന്റെ കാലവിളംബത്തെക്കുറിച്ച് മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞ കാര്യങ്ങളിൽ വിശ്വസിക്കാനേ നിവൃത്തിയുള്ളൂ. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാല് ADGP MR അജിത് കുമാറിനെതിരെ എന്ത് നടപടി എന്നുള്ളതൊന്നും ചർച്ച ചെയ്യാനൊന്നും കേരളത്തിലെ സാധാരണ ജനങ്ങൾക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രസ്ഥാനങ്ങൾക്കോ സാധ്യമല്ല. കാരണം അതൊരു IPS ഉദ്യോഗസ്ഥൻ ന്യായീകരിക്കാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ നടപടിയെടുത്താൽ MR അജിത് കുമാർ കോടതിയെ സമീപിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാം. ഇന്ന് മുഖ്യമന്ത്രി അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊക്കെ വെച്ച് ഒരു ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കുവാൻ പറ്റുമോ? അതിന്റെ അർത്ഥമാണ് മുട്ടുവിറയ്ക്കുക എന്നുള്ളത്. ഇനി അദ്ദേഹം പോയി കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവ് വാങ്ങിയാൽ എന്താകും സ്ഥിതി എന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ല. കാരണം തുടക്കത്തിലെ ആ ഒരു ആവേശം ഉണ്ടായിരുന്നുവല്ലോ, ഞങ്ങളുടെ കുട്ടികളെ തൊട്ട ആളുകളെ വെറുതെ വിടില്ല എന്ന്. അത് മാത്രമല്ല, പ്രതിപക്ഷത്തിരുന്നപ്പോൾ എന്തൊക്കെയായിരുന്നു MR അജിത് കുമാറിനെതിരെ എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ പോലീസ് അവതാരം, RSSുമായി ഉള്ള പാലം, അങ്ങനെ എത്രയോ ആരോപണങ്ങൾ, പൂരം കലക്കിയയാൾ, ഇങ്ങനെ എത്രയോ കാര്യങ്ങൾ വന്നു. അതിൽ ഏറ്റവും ഒടുവിലത്തേതാണ് ആലപ്പുഴ പോലീസ് മർദ്ദനം. അത് അട്ടിമറിക്കാൻ, ആ കേസ് അട്ടിമറിക്കാൻ കൂട്ടുനിന്നയാൾ എന്നുള്ള കാര്യം. ഇപ്പോൾ ആ ആവേശമെല്ലാം തടുത്തു കേട്ടോ. നോക്കൂ, അത് നിങ്ങളുടെ ഒരു വ്യാഖ്യാനമാണ്. ഈ വ്യാഖ്യാനം മഞ്ജുഷിന് പറയാം. കാരണം വെച്ചാൽ അത് വേണമെങ്കിൽ വിശ്വസിക്കാം, അങ്ങനത്തെ വ്യാഖ്യാനങ്ങളിലൊക്കെ വിശ്വസിക്കാം. അതുകൊണ്ടാണ് ഇന്ന് മുഖ്യമന്ത്രി കൃത്യമായിട്ട് പറഞ്ഞത് നടപടി എടുത്താൽ നിങ്ങളെ അറിയിക്കും, അല്ലാണ്ട് നടപടി എടുക്കില്ലെന്നല്ല പറഞ്ഞത്. ശ്രദ്ധിച്ചാണോ അത്?
എന്താണ് നടപടി എന്ന് വെച്ചാൽ നിങ്ങളെ അറിയിക്കുന്ന പറഞ്ഞത്. അതിനർത്ഥം എന്താ? അല്ലല്ല, ആ സംസാരത്തിലൊരു ധാർഷ്ട്യമുണ്ട് ശ്രീ എൻ ശ്രീകുമാർ. നടപടി എടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം എന്ന രീതിയിലുള്ള ധാർഷ്ട്യം അക്കാര്യത്തിലുണ്ട്. മുഖ്യമന്ത്രിയുടെ വാക്കുകൾ അത് വ്യക്തമായിട്ടും അങ്ങനെ തന്നെയാണ്. അങ്ങനെ ആയിരിക്കുന്നില്ല, അങ്ങനെ ആവരുതായിരുന്നു മുഖ്യമന്ത്രി ഇതേക്കുറിച്ച് പറയേണ്ടത്. നടപടി എടുക്കുമെങ്കിൽ അത് അറിയിക്കാമെന്ന്. പിന്നെ നടപടി എടുത്തു കഴിഞ്ഞാൽ അത് മൂടി വെക്കാൻ പറ്റുമോ? അല്ല, നോക്കൂ, വാർത്താ മാധ്യമങ്ങളുടെ നിലപാടും അതുപോലെ ആഗ്രഹവും അനുസരിച്ച് ഗവൺമെന്റ് പ്രവർത്തിക്കാൻ പറ്റില്ല. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കൂ. സംഘടനാപരമായ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ADGP അജിത് കുമാറിനെതിരെ ഒരു നടപടി വേണമെന്നുള്ളതാണ്. അദ്ദേഹം പൂർത്തിയാക്കട്ടെ. അത് പൂർത്തിയാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, കോൺഗ്രസിന്റെ മനസ്സിലുള്ള ഒരു ചിന്ത എന്താണെന്ന് വെച്ചാൽ, ചിന്ത ഉണ്ടായിരുന്നത് ഇദ്ദേഹത്തെ വേണമെങ്കിൽ ഗവൺമെന്റിന്റെ ഏതെങ്കിലും ചെറിയ തലത്തിലേക്ക് മാറ്റി നിർത്താമായിരുന്നു. അങ്ങനെ മാറ്റി നിർത്താം. അതല്ലെങ്കിൽ അത് അധികാരത്തിൽ ഏറിയ സമയത്ത് തന്നെ ഇദ്ദേഹത്തിന് സുപ്രധാന വകുപ്പ് കൊടുക്കാതെ, മാറ്റി ഒരു വകുപ്പും കൊടുക്കാതെ, ഒരു ചുമതലയും കൊടുക്കാതെ അന്വേഷണം കഴിയുന്നവരെ മാറ്റി നിർത്താമായിരുന്നു. ഒന്ന്. രണ്ടാമത്തെ കാര്യം, എക്സൈസ് കമ്മീഷണർ സ്ഥാനത്ത് നിന്നും അദ്ദേഹത്തെ മാറ്റാമായിരുന്നു. ഇത് രണ്ടും ചെയ്യാത്തതാണ് സംഘടനയുടെ മുമ്പിലുള്ള ഒരു പരിഭവം. മറ്റുള്ളത് ഗവൺമെന്റിന്റെ കാര്യം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി വിശദീകരിക്കുന്നത് അവസാനിപ്പിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി വിശദീകരിച്ചത് വളരെ ശരിയാണ്. മുഖ്യമന്ത്രിയുടെ കാഴ്ചപ്പാട്. കാരണം എന്താ വെച്ചാൽ, ഇത് എന്തെങ്കിലും ഒരു നടപടി എടുത്തിട്ട് സസ്പെൻഡ് ചെയ്തു, അല്ലെങ്കിൽ ഒരു നടപടി എന്തെങ്കിലും എടുത്തു, ആരോഗ്യവകുപ്പിന്റെ അറിയാമല്ലോ, ഡോക്ടർ റീനയെ മാറ്റിയതിന് ശേഷം ആരോഗ്യവകുപ്പ് അധികൃതർ, ആരോഗ്യവകുപ്പ് നേരിട്ട കോടതിയുടെ കാര്യങ്ങൾ അറിയാമല്ലോ. പക്ഷെ അത് ആരോഗ്യവകുപ്പ് അവസാനം ജയിച്ചു. അതുപോലെ ഈ കാര്യത്തിൽ, അതുപോലെ ഈ 4 ഗൺമാന്മാരുടെ ജാമ്യത്തെ സംബന്ധിച്ച് ആലപ്പുഴ കോടതി ശ്രീമതി ഹണി എം വർഗീസിന്റെ ഉത്തരവ് കണ്ടല്ലോ. അതായത് ഇവരുടെ ജാമ്യ കാര്യത്തിൽ ഇവർക്ക് എന്തിനാണ് രണ്ടാമത് ജാമ്യമില്ലാ വകുപ്പ് കൂട്ടിച്ചേർത്തുള്ളതൊക്കെ വന്നല്ലോ. അപ്പൊ ഇങ്ങനെ ഒരുപാട് മുൻപിൽ ഒരുപാട് ശരിയാണ്. അങ്ങനെയാകുമ്പോൾ ഈ ആരോപണങ്ങളെല്ലാം കള്ളമാണ് എന്ന രീതിയിലേക്ക് വരും കേട്ടോ. പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം കള്ളമായിരുന്നു. അത് മാത്രമല്ല, ഈ പറയുന്ന AD തോമസ് MLA-യും അജയ് ജുവൽ കുര്യാക്കോസും ഒക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് കള്ളമാണെന്ന് വ്യാഖ്യാനിക്കേണ്ടി വരും. അത് കാരണം സർക്കാർ തന്നെ ഇതിൽ സംശയിക്കുകയാണ്. നടപടി എടുക്കുവാൻ മടിക്കുന്നതിന് കാരണം ഇത് ശരിയായി വരുമോ എന്നുള്ള കാര്യമാണ്. സർക്കാർ തന്നെ ഇത് കുരിശാകുമോ എന്നുള്ള തോന്നലാണ്. അങ്ങനെ വരുമ്പോൾ അങ്ങനെയാണെങ്കിൽ കള്ളം നിങ്ങൾ പ്രചരിപ്പിച്ചു എന്ന് പറയേണ്ടി വരും ശ്രീ എൻ ശ്രീകുമാർ. അയ്യോ മഞ്ജുഷ, നിങ്ങളിത് വ്യാഖ്യാനിച്ച് വികൃതമാക്കുകയാണ്. ഇത്ര വിഷയമുള്ളൂ. ഒരു നടപടി എടുക്കുമ്പോൾ ആ നടപടി എടുക്കാനുള്ള വഴി പക്കയായിരിക്കണം, അത് കൃത്യമായിരിക്കണം. കോടതി തള്ളിക്കളയരുത്. മുൻകാല ഗവൺമെന്റിന് ഒരുപാട് തിക്താനുഭവം ഉണ്ടായത് അറിയാമല്ലോ. അപ്പോൾ ഒരു നടപടി എടുക്കണം. ഇത് വഴിപാടല്ലല്ലോ. യൂത്ത് കോൺഗ്രസുകാരുടെ തലതല്ലി പൊളിച്ച, ഗവൺമെന്റ്മാർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ച ഒരു പോലീസ് സംവിധാനത്തിനെതിരായിട്ടുള്ള നീക്കത്തിൽ വഴിപാട് പറ്റില്ല. യൂത്ത് കോൺഗ്രസുകാരോട് മുഖ്യമന്ത്രി പറഞ്ഞതും ആഭ്യന്തരമന്ത്രി പറഞ്ഞത് കൃത്യമാണ്. ഈ നടപടി എടുത്തു കഴിഞ്ഞാൽ, ഈ നടപടി പൂർത്തിയാക്കി കഴിഞ്ഞാൽ, ചട്ടപ്രകാരമുള്ള നീക്കുപോക്കുകൾ നടന്നു കഴിഞ്ഞാൽ നടപടി വരും. പക്ഷെ അതിൽ ഞാൻ പറഞ്ഞാൽ താങ്കൾ ശ്രദ്ധിക്കണം, ഇതൊരു കാഴ്ചപ്പാട്, 2 കാഴ്ചപ്പാട്. ഗവൺമെന്റ് കാഴ്ചപ്പാടും പാർട്ടിയുടെ കാഴ്ചപ്പാട് ഒന്ന്, ഗവൺമെന്റിന്റെ കാഴ്ചപ്പാട് മറ്റൊന്ന് എന്നതാണ്. കോൺഗ്രസ് നേതാക്കൾ പരസ്യമായിട്ട് പോസ്റ്റ് ഇട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം ഡോക്ടർ ജിൻഡോ ജോണിന്റെ പോസ്റ്റ് താങ്കൾ ശ്രദ്ധിച്ചിരുന്നുവല്ലോ. അല്ലല്ല, ഡോക്ടർ ജിൻഡോ ജോൺ എന്നൊക്കെ പറയുന്നത് കോൺഗ്രസിന്റെ വളർന്നു വരുന്ന ഒരു നേതാവാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായം താങ്കൾ കേട്ടുവല്ലോ. അത് തന്നെയാണ് കോൺഗ്രസിന്റെ നേതാക്കളുടെ പൊതുവായ ഒരു വികാരം. അത് തുറന്നു പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഞാനൊന്ന് പറയട്ടെ. അതായത് നോക്കൂ മഞ്ജുഷ, നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കുക. കോൺഗ്രസ് നേതാക്കൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടുകൊണ്ട് കാര്യമായില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇത് വഴിപാടല്ല ഈ നടപടി. ഇത് കൃത്യമാണ്. കാരണം ഒരു നിസ്സാര കാര്യമൊന്നും അല്ല അക്കാലത്ത് ഗവൺമെന്റിന്റെ പോലീസ് സംവിധാനം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.